അപ്പോൾ നമുക്ക് സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ പോകാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ അലീന. അപ്പോൾ ഇന്നലെ നമ്മൾ 7-Eleven സൂപ്പർ മാർക്കറ്റിന് ചീസ് സാൻഡ്വിച്ച് മേടിച്ചുകൊണ്ട് അത് ചൂടാക്കി കഴിച്ചിരുന്നു. അതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് 3-4 സ്പോട്ട് കവർ ചെയ്യാനുള്ളത്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, കാലത്ത് ഒരു 8 മണിക്ക് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാബ് ബുക്ക് ചെയ്താൽ പിന്നെ നമുക്ക് വെയിറ്റിംഗ് ഒന്നുമില്ല. ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഗ്രാബ് നമ്മുടെ ലൊക്കേഷനിലെത്തും. അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഇപ്പോൾ സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് കാണാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഈ മണി ഹേസ്റ്റ് സീരീസ് കണ്ടവർക്കറിയാം സാങ്ച്വറി ഓഫ് ട്രൂത്ത്, കാരണം അതിൽ നന്നായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് ആ ഒരു സ്പോട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ ടിക്കറ്റൊക്കെ കൊടുത്തു തുടങ്ങിയായിരുന്നു. പിന്നെ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് പെർ പേഴ്സൺ 500 ബാത്താണ്. ഇത് ജസ്റ്റ് സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചാർജാണ് 500. അതല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എലിഫൻറ്റ് റൈഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ വേണ്ടി മാത്രമാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പെർ പേഴ്സൺ 500 ബാത്ത്. അപ്പോൾ ഇവർ നമുക്ക് പോകാൻ നേരത്തെ ഒരു മാപ്പ് തരും, പോകേണ്ട രീതിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കാണും. നമ്മൾ ഈ ഫോട്ടോയിലോ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്സാണ്. അത്ര ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ നഗ്നസത്യം മനസ്സിലാക്കിയത്. അവിടെ ഷോർട്സ് അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് മുട്ടിന് താഴോട്ടുള്ള ഡ്രസ്സ് മാത്രമേ അവിടെ ആണായാലും പെണ്ണായാലും അവർ അലോ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ തന്നെ അവർ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. 200 ബാത്ത് കൊടുത്താൽ ഇതുപോലൊരു സംഭവം കിട്ടും. അത് നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് റിട്ടേൺ കൊടുത്താൽ നമുക്ക് ആ പൈസ റിട്ടേൺ കിട്ടും. അങ്ങനെ ഞാനത് ഇട്ടിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം കേട്ടോ, കുറച്ച് നടക്കാനുണ്ട് അകത്തേക്ക്. പക്ഷെ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി അവിടെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, ഈ ലേഡീസൊക്കെയാണ് ഇരുന്ന് കൊത്തുപണി ചെയ്യുന്നത്. ഇത് ഫുള്ള് ഇത് ഉണ്ടാക്കിയേക്കുന്ന വുഡിലാണ്. ഈ ഒരു ഇത് നിർമ്മിച്ചേക്കുന്നത് ഫുൾ വുഡാണ്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ എത്ര മനോഹരമായിട്ട് അവരത് ഉണ്ടാക്കിയേക്കുന്നതെന്നറിയും. അപ്പോൾ അവരുടെ ഒരാൾ തന്നെ നമ്മുടെ കൂടെ നടന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നൊക്കെ ഉണ്ട് കേട്ടോ പുള്ളി. പക്ഷേ തായ്ലൻഡ് ലാംഗ്വേജിലൊക്കെയാണ് അത് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല. നമുക്കിപ്പോൾ അത് കാണല്ലേ വേണ്ടുള്ളൂ. അങ്ങനെ ഞങ്ങളിത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അത് കണ്ടു. അകത്തേക്കൊക്കെ കയറാൻ പറ്റും നമുക്ക്. അപ്പോൾ അകത്ത് കയറിയാലും കുറേ ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു മൂലയ്ക്ക് നോക്കിയാൽ നമുക്ക് അടിപൊളി വ്യൂ വേറെ കാണാം. ബീച്ച് കാണാൻ പറ്റും ഇതിൻ്റെ സൈഡിൽ കൂടെ നോക്കിയാൽ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണത്. ഇതിൻ്റെ ഓരോ കൊത്തുപണിയും കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം തോന്നും. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇവരത് പണിത് വെച്ചേക്കുന്നത്. പിന്നെ ഇത് അവിടുത്തെ ഓരോ ദൈവമാണെന്ന് തോന്നുന്നു, അറിയില്ല. അവർ ഭയങ്കര ഇതെല്ലാം അതൊക്കെ നോക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര ദാഹമായി. അപ്പോൾ നമ്മൾ ഒരു വാട്ടർമെലൺ സ്മൂത്തി കഴിച്ചു. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് കണ്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നൊരു സുഖം തിരിച്ച് പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഇത്രയും സ്റ്റെപ്പ് മേലോട്ട് കയറണമല്ലോ. അങ്ങനെ കയറി കയറിച്ച് നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.